ഹായ് ഓൾ, ഒരു ഫിൽറ്റർ കോഫി കുടിക്കാൻ പോയാലോ? അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉമ്മയുണ്ട് കേട്ടോ. നല്ല മഴയുണ്ട്, കോഫി കുടിക്കാൻ പറ്റിയ മൂഡാണ്. അപ്പോൾ മഴ തോർന്നപ്പോൾ നേരെ വിട്ടു സോഷ്യൽ കിച്ചണിലോട്ട്. എനിക്ക് ഇവിടുത്തെ ഫിൽറ്റർ കോഫി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫിൽറ്റർ കോഫീൻ്റെ ഒപ്പം തന്നെ ഗോലി ബജി മാഗ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ വേറെ ഇവരുടെ ബ്രാഞ്ചിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സെറ്റ് ഗോലി ബജി 2 കോഫി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. പേ ചെയ്യുന്നത് ഇതിലൂടെ തന്നെ. എന്നെപ്പോലെ ഇൻട്രോവേർട്സിന് പറ്റിയ സിസ്റ്റമാണ് തോന്നുന്നു ഇത്. എനിക്ക് എന്തായാലും ഇത് വളരെ നന്നായി ഇഷ്ടമായി. സോഷ്യൽ കിച്ചൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവർ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് അവരുടെ കിച്ചൺ. അപ്പോൾ നമ്മൾ അവർ ഉണ്ടാക്കുന്ന ഫുഡ് നേരിട്ട് കാണാനും പറ്റും. നല്ല റീസണബിൾ പ്രൈസിലാണ് കേട്ടോ ഇവരുടെ ഫുഡ് ഐറ്റംസ് ഇവരുടെ മെനുവിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചേട്ടൻ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഞാൻ നോക്കി നിൽക്കുകയാണ്. അക്യുറേറ്റ് ആണ് ഇവർ അതിൻ്റെ റേഷ്യോ കറക്റ്റ് ആക്കണത്. വീട്ടിൽ ഇങ്ങനെ എത്ര ട്രൈ ചെയ്താലും ആ കറക്റ്റ് റേഷ്യോ ഇവിടുത്തെ ആ ടേസ്റ്റിൽ കിട്ടാറേ ഇല്ല. കോഫിയും ഗോലി ബജിയായിട്ട് ഞങ്ങൾ സീറ്റിൽ പോയിരുന്നു കേട്ടോ. ഈ ഗോലി ബജിക്ക് ചെറിയൊരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ്, പക്ഷെ അത്ര മധുരം ഉണ്ടാവില്ല, ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. ബട്ട് ഇന്ന് ഞാൻ മേടിച്ചത് ഇപ്പോൾ ഒത്തിരി അബദ്ധമായോ ഒരു സംശയമുണ്ട്. കാരണം അവരത് മുന്നേ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് തണുത്തിരുന്നു, ഏകദേശം റബ്ബർ പരുവത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മ പറഞ്ഞു, നീ എന്തിനാ എന്നെ ഈ സാധനം തീറ്റിക്കാൻ കൊണ്ടുവന്ന്, എനിക്ക് വല്ല പരിപ്പുവടെ ഉഴുന്നുകൂടെ മേടിച്ച് തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കോഫീൻ്റെ ഒപ്പം കറക്റ്റായിട്ട് പോണ ഒരു പെയറാണ് കേട്ടോ ഇത്. ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതുപോലെ ഇടയ്ക്ക് നിങ്ങളുടെ ഉമ്മമാരിനെയും കൂട്ടി ഔട്ടിങ് പോയാൽ അവർക്കൊരു സന്തോഷമാവും, നമുക്കും ഒരു സന്തോഷമാവും. ഹൈലി റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ ഇത്.